അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ് വസ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ വീടുകളിൽ പഴകിയ മുസ്ഹഫ് ഉണ്ടാവും. ആ മുസ്ഹഫ് പാരായണം ചെയ്യാൻ കഴിയില്ല അതിൽ നോക്കിയിട്ട്. കാരണം എൻ്റെ പേജുകളൊക്കെ കീറിപ്പോയിട്ടുണ്ടാവും, അക്ഷരങ്ങളൊക്കെ അവ്യക്തമാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള മുസ്ഹഫ് എന്ത് ചെയ്യണം? ഖേദകരമെന്ന് പറയട്ടെ, പലപ്പോഴും പഴയ മുസ്ഹഫുകൾ, നമ്മൾ പഴയത് നോട്ട് പുസ്തകങ്ങളും മറ്റൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ മുസ്ഹഫ് കൂടെ ഉൾപ്പെട്ട് അങ്ങനെ പഴയതെടുക്കുന്ന ആളുകളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് പടക്ക നിർമ്മാണത്തിനും മറ്റുമൊക്കെ വിശുദ്ധ ഖുർആന്റെ പേജുകൾ ഉപയോഗിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാവാറുണ്ട്. വളരെ ഖേദകരമാണത്. അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാമിനെ ആദരിക്കുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. മിനൽ ഈമാനി തഅളീമു മാ അല്ലമല്ലാഹ് വ തഹ്ഖീറു മാ ഹഖറല്ലാഹ്. അള്ളാഹു തആല ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു അനാദരിച്ചതിനെ അനാദരിക്കലും അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആനെ അവഹേളിക്കപ്പെടുന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിക്കൂടാ. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളുടെ നാട്ടിലേക്ക് ഖുർആനുമായി കൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാ നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസാഫറ ബിൽ ഖുർആനി ഇലാ അർദിൽ അദുവി. ഖുർആനുമായി കൊണ്ട് ശത്രുക്കളുടെ നാട്ടിലേക്ക് യാത്ര പോകുന്നതിനെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിട്ടുണ്ട്. കാരണം ലിഅന്നഹു റുബമാ വഖഅ ഫീ ഐദീഹിം ഫബാലഗു ഫീ ഇഹാനതിഹി വതഹ്ഖീരിഹി വമിൻ സമ്മ ഹറുമ ദാലിക്. ഈ മുസ്ഹഫ് അവരുടെ കയ്യിൽ പെടാനും അവർ അതിനെ അവഹേളിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് ഖുർആനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ശത്രുക്കളുടെ നാട്ടിലേക്ക് ഖുർആനുമായി കൊണ്ട് യാത്ര പോകൽ ഹറാമാണ്, പാടില്ല. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അപ്പൊ അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി കരിച്ചു കളയുന്നതിൻ്റെ വിധി എന്താണ്? യുക്റഉ ഹർക്കുമാ കുതിബ അലൈഹി. വിശുദ്ധ ഖുർആൻ എഴുതപ്പെട്ടതിനെ കരിച്ചു കളയിൽ കറാഹത്താക്കപ്പെടും. ഇല്ലാലി ഒറലി നഹവി സുയാനത്തിൻ, അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഒഴിച്ച്. തുഹ്ഫയിൽ പറയുന്നതാണ്. അപ്പോൾ ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി കരിച്ചു കളയുന്നതിന് വിരോധമല്ല. വമിൻഹു തഹരീഖു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ഹഫി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസ്ഹഫിനെ കരിച്ചു കളഞ്ഞിട്ടുണ്ട്. അത് ഈ ഗണത്തിലാണ്. അദ്ദേഹം അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ കത്തിച്ചു കളയുമ്പോൾ അപ്പോൾ സംരക്ഷിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി കത്തിക്കാം. ഐ ഫലാ യുക്റഹു, അങ്ങനെ കത്തിക്കുന്നത് കറാഹത്തില്ല. വെറുതെ മുസ്ഹഫ് കരിക്കുക അത് കറാഹത്താണ്. എന്നാൽ അതിനെ നിസ്സാരമാക്കിക്കൊണ്ട് കരിക്കലാണെങ്കിൽ എന്തായാലും ഹറാമാണ്. അത് മാത്രമല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന റിദ്ദത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഒരാൾ ഖുർആൻ അവഹേളിച്ചുകൊണ്ട് അതിനെ കത്തിച്ചാൽ, അതിനെ കീറിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ അവഹേളിച്ചുകൊണ്ടല്ലാതെ കരിക്കുക എന്നത് കറാഹത്താണ്. അതേസമയത്ത് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലോ അവിടെ കറാഹത്തില്ല. എന്ന് മാത്രമല്ല, ബൽ ഖദ് യജിബു ഇദാ തഅയ്യന ത്വരീഖൻ ലിസൗനിഹി. ശർവാനിൽ കാണാം, ഖുർആനെ സംരക്ഷിക്കാൻ അതിനെ കരിച്ചു കളയലല്ലാതെ മറ്റൊരു മാർഗമില്ലെങ്കിൽ അവിടെ കരിച്ചു കളയൽ ചിലപ്പോൾ നിർബന്ധമായി വരും. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ പേജുകൾ കേടുവന്നു ഓതാൻ കഴിയാത്ത വിധത്തിലാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി, അത് മറ്റുള്ളവരുടെ കയ്യിൽ പെടുന്നതിനെ തൊട്ടോ അല്ലെങ്കിൽ നജസിൽ വീഴുന്നതിനെ തൊട്ടോ മറ്റോ സംരക്ഷിക്കാൻ വേണ്ടി അതിനെ കരിച്ചു കളയണം. ചിലപ്പോൾ നിർബന്ധമായിട്ടും വരും. എന്തായാലും അതിൽ കറാഹത്തില്ല, അത് ചെയ്യുന്നതിന് വിരോധവുമില്ല. ഒരു മുസ്ലിം വിശുദ്ധ ഖുർആൻ കരിച്ചു കളയുമ്പോൾ ഒരിക്കലും അതിനെ അവഹേളിക്കലാവില്ല, മറിച്ച് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കേടുവന്ന മുസ്ഹഫുകൾ ഒരിക്കലും പഴയത് കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ പെടാതെ
നമ്മളതിനെ സംരക്ഷിക്കാൻ വേണ്ടി കരിക്കുകയും, അല്ലെങ്കിൽ കരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വഴി പറയുന്നുണ്ട്, അതിൻ്റെ അക്ഷരങ്ങളെ മായ്ച്ചു കളയുക. അങ്ങനെ മായ്ച്ചു കളഞ്ഞിട്ട് ആ വെള്ളം ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഒഴിക്കുക. അതേപോലെ കരിക്കുകയാണെങ്കിൽ അതിൻ്റെ വെണ്ണീർ വെള്ളത്തിലോ മറ്റോ ഒഴുക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ആദരിക്കുക, ബഹുമാനിക്കുക. അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കാര്യം മനസ്സിലാക്കുക. അല്ലാഹു തആല കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.